തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സ്നേഹം നിറഞ്ഞവരെ, തിബേരിയൂസ് കടൽ തീരത്ത് വെച്ച് യേശു തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. യേശു ഒരിക്കൽ പോലും അവരോട് അവരുടെ ഇന്നലകളിലെ വീഴ്ചകളെക്കുറിച്ച്, ഇന്നലകളിലെ കുറവുകളെക്കുറിച്ച് ചോദിച്ചില്ല. ശിഷ്യപ്രമുഖനായ പത്രോസിനോട് ഈശോ ഒരിക്കൽ പോലും ചോദിച്ചില്ല, പത്രോസേ, ഞാൻ അത്രയൊക്കെ നിന്നോട് പറഞ്ഞിട്ടും ഇത്രയൊക്കെ മുന്നറിയിപ്പ് ഞാൻ നിനക്ക് നൽകിയിട്ടും നീ എന്തേ എന്നെ തള്ളിപ്പറഞ്ഞതെന്ന് യേശു ഒരിക്കൽ പോലും പത്രോസിനോട് ചോദിച്ചില്ല. പകരം യേശു ചോദിച്ച ഒരു ചോദ്യമുണ്ട്. യേശു പത്രോസിനോടും ബാക്കി ശിഷ്യന്മാരോടും നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതായിരുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു? നീ ഇവയേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഈശോ ഇന്നും നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഇന്ന് ഇവിടെ ഇപ്പോൾ നീ എന്നെ സ്നേഹിക്കുന്നുവോ? നമ്മുടെ ഇന്നലകളിലെ കുറവുകളെക്കുറിച്ചല്ല യേശു ചോദിക്കുന്നത്. യേശുവിൻ്റെ ചോദ്യം, ഇപ്പോൾ ഇവിടെ നീ എന്നെ സ്നേഹിക്കുന്നുവോ? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ നീ യേശുവിനെ സ്നേഹിക്കുന്നുവോ? പ്രിയപ്പെട്ടവരെ, ഒരു തരത്തിൽ നമ്മൾ ചിന്തിച്ചാൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ നാം കണ്ടുമുട്ടുന്ന യേശുവും പത്രോസ്ലിഹായുമായിട്ടുള്ള ആ ഒരു സംഭാഷണം ഒരു തരത്തിലുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. യേശുവിന് അറിയാമായിരുന്നു തൻ്റെ വേർപാടിന് ശേഷം സഭയെ നയിക്കേണ്ട, തിരുസഭയെ നയിക്കേണ്ടത് പത്രോസ്ലിഹായാണ്. പത്രോസ്ലിഹായെ ആദ്യത്തെ മാർപ്പാപ്പയായി അപ്പോയിൻ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് യേശു ഒരു ഇൻ്റർവ്യൂ നടത്തുകയാണ്. നമുക്കറിയാം, നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ സാധാരണ രീതിയിൽ ആ ഇൻ്റർവ്യൂവിന് നമുക്ക് കിട്ടുന്ന ചോദ്യങ്ങൾ ആ ജോലിയുമായി ബന്ധമുള്ള കുറേ ചോദ്യങ്ങളാണ്. ഞാനൊരു ടീച്ചിങ് ജോബിനായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ചോദ്യങ്ങൾ എനിക്ക് നന്നായി പഠിപ്പിക്കാനുള്ള കഴിവുണ്ടോ എന്ന് തെളിയിക്കുന്ന ചോദ്യങ്ങളാണ്. ഞാനൊരു ബാങ്കിങ് ജോലിക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എനിക്ക് കണക്ക് സംബന്ധമായ നല്ല അറിവുണ്ടോ എന്നതിനെക്കുറിച്ചായിരിക്കും എനിക്ക് കിട്ടുന്ന ചോദ്യങ്ങൾ. ഇതാ ആദ്യത്തെ മാർപ്പാപ്പയായി പത്രോസിനെ ഈശോ നിയമിക്കുന്നതിന് മുമ്പായിട്ട് ഈശോ ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾ. ആ ചോദ്യം എന്തായിരുന്നു? ഈശോ ഒരിക്കലും പത്രോസിനോട് ചോദിച്ചില്ല, നിനക്ക് നല്ല നന്നായിട്ട് പ്രസംഗിക്കാനുള്ള സംസാര ശേഷിയുണ്ടോ, പ്രസംഗിക്കാനുള്ള കഴിവുണ്ടോ? ഈശോ ഒരിക്കലും ചോദിച്ചില്ല. നിനക്ക് നല്ല ഓർഗനൈസേഷൻ ക്വാളിറ്റീസ് ഉണ്ടോ? യേശു ഒരിക്കലും ചോദിച്ചില്ല. നിനക്ക് നല്ല ഇൻ്റർപേഴ്സണൽ സ്കിൽസ് ഉണ്ടോ? യേശു ഒരിക്കലും ചോദിച്ചില്ല. നിനക്ക് വലിയ പഠിപ്പോ ജ്ഞാനമോ ഉണ്ടോ? യേശു ഒരിക്കലും ചോദിച്ചില്ല. പകരം യേശു ചോദിച്ച ചോദ്യം ഇത് മാത്രമായിരുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ എന്നെ സ്നേഹിക്കുന്നുവോ? പ്രിയപ്പെട്ട സഹോദര സഹോദരി, പത്രോസ്ലിഹ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഉപകർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ ഈശോ പറയുകയാണ്, എൻ്റെ ആടുകളെ മേയ്ക്കുക. യേശു പത്രോസ്ലിഹായ്ക്ക് ഒരു ദൗത്യം കൊടുക്കുകയാണ്, ഒരു പ്രേക്ഷിത ദൗത്യം കൊടുക്കുകയാണ്, എൻ്റെ ആടുകളെ മേയ്ക്കുക. ഈശോയോടുള്ള സ്നേഹവും പ്രേക്ഷിത ദൗത്യവും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ യേശുവിനെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈശോ നിനക്ക് ഇതാ ഒരു പ്രേക്ഷിത ദൗത്യം നൽകുന്നു, എൻ്റെ ആടുകളെ മേയിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് യേശുവിനോടുള്ള സ്നേഹം ഒരിക്കലൂടെ ഏറ്റുപറയാം. കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.